ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും ജസ്നസ് കുക്ക്ബൈറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വയറ്റിലുകൾ ഒന്നുമില്ലാത്ത പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചിക്കൻ കറി റെസിപ്പി. ചിക്കൻ കറിയുടെ റെസിപ്പിയൊക്കെ എത്ര ഡിഫറെൻറ്റ് വെറൈറ്റി നമുക്ക് കിട്ടിയാലും മതിയാവില്ല. കാരണം നമുക്ക് ഇഷ്ടമാണ് ചിക്കൻ കറിയൊക്കെ പല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് നോക്കാനായിട്ട്. അപ്പോൾ ഇന്ന് അതുപോലെ ഒരു റെസിപ്പിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ചിക്കൻ കറി. അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന പോലെ തന്നെ സവോള, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ സവോള ഞാനിപ്പോൾ ഇവിടെ മീഡിയം സൈസുള്ള 2 എടുത്ത് വെച്ചിട്ടുണ്ട്. 3 തക്കാളിയും എടുത്ത് വെച്ചിട്ടുണ്ട്. സവോളേനെക്കാട്ടും കുറച്ചും കൂടിയും തക്കാളി കൂടുതൽ വേണം കേട്ടോ ഈ ഒരു പ്രിപ്പറേഷനിൽ. പിന്നെ തക്കാളി നല്ല പഴുത്തത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പച്ചത്തക്കാളി അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത്തിരി പഴുത്ത തക്കാളി തന്നെയാണ് ഈ ഒരു ഇതിന് വേണ്ടത്. പിന്നെ വെളുത്തുള്ളി വേണം, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില. അതൊക്കെ നമ്മൾ സാധാരണ ചിക്കൻ കറിക്ക് എടുക്കുന്ന അതേ അളവിൽ തന്നെ എടുത്താൽ മതി. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്ത് വെക്കണം. അപ്പോൾ ഞാൻ സവോളയും തക്കാളിയും ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. പച്ചമുളകും ഒന്ന് കീറിയെടുത്തിട്ടുണ്ട്. കറിവേപ്പിലയുണ്ട്. ഇഞ്ചിയും പച്ചമുളകൊക്കെ വെളുത്തുള്ളിയും അങ്ങനെ ഫൈനായിട്ടൊന്ന് ചതച്ചെടുക്കണ്ട കേട്ടോ. ഇനി നമ്മൾ ഒരു കുക്കർ എടുത്ത് വെച്ചു. ഈ കുക്കറിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോളയും തക്കാളി നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും കറിവേപ്പിലും ഒക്കെ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് പൊടികൾ ആവശ്യത്തിനുള്ള എരിവിന് ആവശ്യമുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇതൊക്കെ നമ്മൾ സാധാരണ ചിക്കൻ കറിക്ക് ചേർക്കുന്ന പോലെ തന്നെ. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് മല്ലിപ്പൊടി ചേർക്കുമ്പോഴാണ്. മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂൺ നിറച്ചേ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. സാധാരണ നമ്മൾ കുറച്ചും കൂടി അധികം മല്ലിപ്പൊടി ചിക്കൻ കറിയിൽ ചേർക്കാറുണ്ട്. പക്ഷേ ഈ പ്രിപ്പറേഷനിൽ മല്ലിപ്പൊടി കുറവ് മതി കേട്ടോ. അപ്പം മല്ലിപ്പൊടി കുറച്ച് ചേർത്താൽ മതി. പിന്നെ ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി. അതിനുശേഷം കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ, ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഉണ്ടാവും. അത് ഞാൻ ഇപ്പോൾ ഒരു കയ്യിലേക്ക് ഒഴിച്ചിട്ട് ഇനി ഇത് നന്നായിട്ട് ഇതെല്ലാതും കൂടി ഞാൻ തിരുമ്പി യോജിപ്പിക്കാൻ പോവാണ്. നന്നായിട്ട് ഇതുപോലെ കൈവച്ച് നന്നായി ഉടച്ച് ചേർക്കണം കേട്ടോ. ഈ ഒരു തിരുമ്പലിലാണ്, അതായത് ഇങ്ങനെ നന്നായിട്ട് നമ്മൾ കൈവച്ചിട്ട് ഇങ്ങനെ മിക്സ് ആക്കുന്നതിലാണ് ഈ കറിയുടെ ടേസ്റ്റ് കിടക്കുന്നത്. ആ തക്കാളിയുടെയും സവാളയുടെയൊക്കെ ആ ഒരു നീരൊക്കെ നന്നായിട്ട് പുറത്തേക്ക് വന്ന് മിക്സ് ആവണം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നല്ല പഴുത്ത തക്കാളി തന്നെ നോക്കിയിട്ട് എടുക്കാനായിട്ട്. കാരണം പച്ചത്തക്കാളി ആണെങ്കിൽ ഇത്ര അങ്ങോട്ട് ഉടഞ്ഞ് ചേരൂല, ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല പഴുത്ത തക്കാളിയൊക്കെ ചേർത്ത് ഇതുപോലെ നന്നായിട്ട് കൈവച്ചിട്ടൊന്ന് നന്നായിട്ട് നമുക്ക് യോജിപ്പിക്കാം. ഇപ്പോൾ ഞാൻ ഒരുവിധമൊക്കെ നന്നായിട്ട് യോജിപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 3/4 മുതൽ 1 ഗ്ലാസ് വരെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം കൂടരുത്. വെള്ളം കുറേ വെള്ളം ഒഴിച്ച് നമ്മളിത് ഇതാക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഏകദേശം നമ്മൾ ചേർത്തിട്ടുള്ള പൊടികളൊക്കെ അടി പിടിക്കാതെ ഇരിക്കണം. അതിനാവശ്യമായിട്ടുള്ള വെള്ളം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മളിതിൽ വരെ ഉപ്പിട്ടിട്ടില്ല ഇതിലേക്ക്. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പും കൂടി ഇട്ടിട്ട് നിങ്ങൾക്ക് തിരുമ്പണമെന്നുണ്ടെങ്കിൽ അങ്ങനെ, അതായത് നമ്മൾ തിരുമ്പി യോജിക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആ സമയത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പ്. അപ്പോൾ ഞാൻ ഉപ്പും കൂടി ചേർത്തൊന്ന് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ട ഏകദേശം ഈ ഒരു പരുവത്തിലെടുത്താൽ മതി നമ്മുടെ ഈ ഒരു മിക്സ്ചർ. അതിന് ശേഷം നമ്മൾ കുക്കർ അടച്ചിട്ട് നമുക്കിത് വേവിക്കാൻ വെക്കണം. അപ്പോൾ ഞാൻ സ്റ്റവ് ഓൺ ആക്കിയിട്ടുണ്ട്. നമുക്കൊരു 3-4 വിസിലടിച്ച് അങ്ങ് വേവിക്കാം. നന്നായിട്ടൊന്ന് വെന്തോട്ടെ. അപ്പോഴാണ് ആ പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറി കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇതൊന്ന് വേവിച്ചതിന് ശേഷം നിങ്ങളെ കാണിച്ചു തരാം. മസാല തയ്യാറാവുന്ന നേരം കൊണ്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കനിൽ ഒരിത്തിരി മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തൊന്ന് പുരട്ടി വെക്കാം. ഞാനപ്പോൾ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പുരട്ടി വെക്കുന്നുണ്ട്. നമ്മൾ ഈ പൊടികൾ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഓൾറെഡി മസാല പ്രിപ്പയർ ചെയ്തപ്പോൾ അതിൽ മുളക് പൊടിയും പച്ചമുളകും ഉപ്പും ഒക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓർത്തുകൊണ്ട് വേണം നമ്മൾ ഇതിലേക്ക് ഈ പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് പുരട്ടി മാറ്റി വെക്കുകയാണ്. നമ്മുടെ മസാല വേവിക്കാൻ വെച്ചത് ഒരു 3 വിസിലടിച്ചു. ഇപ്പോൾ അതിൻ്റെ
പ്രഷറൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഞാനപ്പോൾ അതേ തുറന്ന് നിങ്ങളെ കാണിച്ചു തരാം. അതെ, നമ്മൾ വഴറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, വെറുതെ ഇതൊക്കെ കൂടി വേവിച്ചെടുത്തിട്ടുള്ളൂ. പക്ഷേ നന്നായിട്ട് വഴറ്റിയെടുത്ത ആ ഒരു മസാലയുടെ കൂട്ടുപോലെ തന്നെ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ചേർക്കുന്ന വെള്ളം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇതിലേക്ക്, കാരണം കൂടുതൽ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കിട്ടില്ല. അപ്പോൾ വെള്ളം ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കാം. ഇനി നിങ്ങൾ റോസ്റ്റ് പരുവത്തിലാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഒരു 1/2 മുതൽ 3/4 ഗ്ലാസ് വരെ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. അതല്ല നിങ്ങൾ ഗ്രേവി ടൈപ്പിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ഗ്ലാസിൻ്റെ മേലെ വെള്ളം നിങ്ങൾക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കാരണം ഇനി ചിക്കനിൽ നിന്നൊക്കെ ഉള്ളൊരു വെള്ളം കൂടി ഇതിലേക്ക് ഇറങ്ങാനുണ്ട്. അപ്പോൾ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മൾ ഇതുപോലെ ഒന്നും കൂടി ഒന്ന് നന്നായി ഒന്ന് മിക്സാക്കുക. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി ഇനി നമ്മൾ ഇത് അടച്ചു വെച്ചിട്ട് ഒരു വിസിലടിച്ച് ഒന്ന് വേവിച്ചെടുക്കണം. കൂടുതൽ അടിക്കരുതിട്ട് ഒരൊറ്റ വിസിലേ നമ്മൾ അടിക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഒരു വിസിലടിച്ചു, നമ്മുടെ കുക്കറിലെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഞാൻ തുറന്ന് കാണിച്ചു തരാം. നല്ല അടിപൊളി ചിക്കൻ കറി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വേണ്ട, ഞാനിപ്പോൾ ഒരു ഇത്തിരി ഗ്രേവി ആയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളത് നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു. വേണ്ട, നമ്മൾ വഴറ്റിയിട്ടും ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് പെട്ടെന്ന് ഈ ഒരു തരത്തിൽ ചിക്കൻ കറി നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും. ഇനി നിങ്ങൾക്ക് ഇതിൽ ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാം. അതല്ല കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും ലാസ്റ്റ് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ചും കൂടി നമ്മുടെ ഈ ഒരു ചിക്കൻ കറി നല്ല റിച്ചായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് നല്ല കട്ടിയുള്ള നാളികേരപ്പാൽ ചേർത്ത് കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് കാഷ്യൂസ് അരച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി. വളരെ ഈസി ആയിട്ട് ആർക്കും ഉണ്ടാക്കാവുന്ന ഒരു ചിക്കൻ കറി റെസിപ്പിയാണിത്. ബിഗിനേഴ്സിനും ബാച്ചിലേഴ്സിനും ഒക്കെ ഇത് പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ്. വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല ഈ ചിക്കൻ കറിയിൽ. അതുപോലെ തന്നെ നമ്മളിതിൽ വളരെ കുറച്ച് എണ്ണയെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. സാധാരണ നമ്മൾ വഴറ്റി ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി എണ്ണ നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കേണ്ടി വരും. ഇതിപ്പോൾ നമ്മൾ ആ സവോളയും തക്കാളിയൊക്കെ തിരുമ്മി യോജിപ്പിച്ച സമയത്ത് ഒരു 3 ടേബിൾ സ്പൂണോളം എണ്ണയെ നമുക്കതിലേക്ക് ചേർക്കേണ്ട വന്നിട്ടുള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയുമാണിത്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.